എല്ലാവർക്കും ഒരു വലിയ വലിയ നന്ദി കേട്ടോ. എനിക്ക് നന്ദി മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. എന്താ പറയേണ്ടത് അറിയില്ല. കാരണം നമ്മൾ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കൊച്ചു കൊച്ചു ആശകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത്രയും സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കും അതുപോലെ വീഡിയോസ് എല്ലാം കണ്ടവർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമന്റ് ചെയ്തവർക്കും ഒക്കെ താങ്ക് യു സോ മച്ച്. കാണാത്തവരെ ഒന്ന് പോയി കാണൂ കേട്ടോ, കൊച്ചു കൊച്ചു ആശകൾ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ ചാനൽ പോയി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊരുപാട് നല്ല ഫൺ ഫിൽഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പൊ പോയി കാണാം കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ മേഘ്ന സ്റ്റുഡിയോ ബോക്സിലേക്ക് വരാം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് നാള് ആഗ്രഹിച്ചിട്ട് എന്താ പറയാ, ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള, പിന്നെ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതിന് നമ്മൾ വീടിന്റെ അകത്തേക്ക് ഇന്നല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അതിന് റെഡിയാവാൻ വേണ്ടിട്ട് അമ്മ പോയേക്കുവാണേ. അമ്മേ റെഡിയായോ? തുണുന്നോ? റെഡിയായോ അമ്മേ? എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ പെട്ടെന്ന് ആയോട്ടോ. അപ്പൊ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി റെഡി ആവണം. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ വെയിലിന്റെ കാര്യമൊക്കെ അറിയാലോ. നമ്മൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട്, ഇന്ന് ഫുള്ള് വെയിലത്താണ് നിൽക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സണ്ണിന്റെ താഴെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്താ പറയുക, നമ്മുടെ സ്കിന്നൊക്കെ പൊട്ടുവളര് പോലെ പൊട്ടിത്തെറിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഇപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിലും എന്താ പറയാ, റാഷസ് വരാൻ തുടങ്ങും, പിന്നെ സൺബേൺ, അത് ഇത് മറ്റേത് മറിച്ച് എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇതിപ്പോ പുറത്ത് പോകണോണ്ട് മാത്രമല്ല കേട്ടോ. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ എനിക്കിപ്പം ഷൂട്ടിന്റെ ഈ ഹെവി ലൈറ്റ്സിന്റെ ഒക്കെ താഴെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ പുറത്ത് പോയി സണ്ണിന്റെ താഴെയാണ് നിൽക്കേണ്ടത്. അപ്പൊ ഞാൻ ഡെയിലി ബേസിസ് ആയിട്ട് ഒരു റൂട്ടീൻ പോലെ ഞാൻ മേക്കപ്പിന് മുൻപ് കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഡെർമ വൈവിന്റെ ഹൈഡ്രാ ക്ലെൻസർ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിടുന്ന മേക്കപ്പിനും പിന്നെ ഹെവി ലൈറ്റ്സിന്റെയും സണ്ണിന്റെ ഒക്കെ താഴെയെല്ലാം നിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്ന് പിന്നെ റാഷസ് ഒക്കെ വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഡെർമ വൈവിന്റെ ഹൈഡ്രാ ക്ലെൻസർ ഓട്ട് മീൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രാ ക്ലെൻസർ ആണ് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്കിന്നിൽ അതായത് പോസ് ഒക്കെ ഇല്ലേ, അതിനകത്തുള്ള ഡേർട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് അടച്ച് വെച്ചേക്കായിരിക്കണം, നിങ്ങൾ പറഞ്ഞ പോലെ പൊട്ടിയിട്ട് അടച്ച് വെച്ചേക്കണായിരിക്കുമല്ലോ. അപ്പൊ കറക്റ്റ് കംപ്ലീറ്റ് ഡേർട്ട് ഒക്കെ അത് പുറത്തേക്ക് എടുക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് കൊലാജൻ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യാം. ഇതെല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവില്ല, അതുപോലെ ആക്നി പ്രോബ്ലംസ്, അലർജീസ് ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് മേക്കപ്പിന് മുൻപ് മാത്രമല്ല കേട്ടോ, എപ്പോഴെല്ലാം എനിക്ക് ക്ലെൻസ് ചെയ്യാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഒരിക്കലും എന്താ പറയുക, ഡ്രൈ ആയിട്ട് ഇരുത്തില്ല. കാരണം സ്കിന്ന് നല്ല മോയ്സ്ചേർഡ് ആയിട്ട്, നല്ല ക്ലീൻ ആയിട്ട്, വെൽ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പൊ അടിപൊളി ക്ലെൻസർ ആയിരുന്നില്ലേ. ഇനി അടുത്തെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളതാണ് ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്കെന്ന് മാത്രമല്ല, എൻ്റെ കുറെ ഫ്രണ്ട്സും ഇത് യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട് കേട്ടോ, മേക്കപ്പിനൊക്കെ മുൻപ്. അപ്പൊ എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എന്തോരം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളത് അല്ലേ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം സ്കിന്നിന് വിറ്റാമിൻ ഇ എന്തോരം ഇമ്പോർട്ടന്റ് ആണ്, എന്തോരം ആവശ്യമുള്ളതാണ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിറ്റാമിൻ ഇ എടുത്ത് തേക്കേണ്ട ആവശ്യമില്ല, കാരണം വിറ്റാമിൻ ഇ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണിത്. ഇത് നമ്മൾ മേക്കപ്പിന് മുൻപാട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്താ പറയാ, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് സ്മഡ്ജ് ആവും. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്ന് വേറെ മേക്കപ്പ് വേറെ, അതായത് ഒരു പുട്ടിയടിച്ച ലുക്ക് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, കുറെ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, അങ്ങനെ തന്നെ സ്കിന്നിൽ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ, നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ മേക്കപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്നോടൊരു നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷൻ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ 100% ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ. ഇത് നോൺ ഗ്രീസി ആണ് കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും വെച്ചേക്കും. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ സൺലൈറ്റിൽ നിന്ന് വരുന്ന ഹാംഫുൾ എഫക്ട്സിനൊക്കെ എതിരായിട്ട് ഇത് സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, നല്ല ലോങ് ലാസ്റ്റിംഗ് ആട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ ഇട്ടിട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ഇത് അങ്ങനെ ഇരിക്കാറുണ്ട്. നല്ല ഒരു സോഫ്റ്റ് ഫീൽ ഉണ്ട് കേട്ടോ, നല്ല പ്ലംപി ആയിട്ട് നമുക്കിന്നെ ഒരു ഫീൽ ഉണ്ടാവില്ലേ, നല്ല ഫ്രഷ് ആൻഡ് സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീൽ, അതുപോലൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ഡെർമ വൈവിന്റെ തന്നെ മോയ്സ്ചറൈസിങ് ലോഷൻ.
ഇതും ഭയങ്കര അടിപൊളി ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കാരണം ബേസിക്കലി എനിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കൈ കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ. അപ്പൊ അതിന് ഭയങ്കര നല്ലൊരു സൊല്യൂഷൻ ആണിത്. കുറെ പേര് ഞാൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഫേസ് സംരക്ഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ബോഡിക്കൊന്നും ചെയ്യില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി ഒരു കളറ്, ഫേസ് ഒരു കളറ് അങ്ങനെയായിട്ടിരിക്കും. പിന്നെ കുറെ പ്രശ്നങ്ങളും സ്കിന്നിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ എന്തോരം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിക്കത്തില്ലേ. അപ്പോൾ ഇൻടേക്ക് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനൊരു അടിപൊളി സൊല്യൂഷൻ ആണ് ഡെർമാ വൈവിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ. ഇതും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം പോസ്റ്റ് വാക്സിങ്, പോസ്റ്റ് ഷേവിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് സ്കിൻ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത്. സൂപ്പർ പ്രോഡക്ട്സ് ആണ് കേട്ടോ. അത് ഞാൻ ചുമ്മാ പറയല്ല, അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും വേണം എന്ന് ആഗ്രഹമുള്ളവർ, അതായത് ഡെർമാ വൈവിന്റെ ഈ പ്രോഡക്ട്സ് വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പോവുക, ടാപ്പ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഓക്കെ, പർച്ചേസ് ഒക്കെ ചെയ്ത് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അത്. അപ്പോൾ അമ്മ ഏകദേശം റെഡി ആയി കഴിഞ്ഞു തോന്നുന്നു. ഇനി ഞാനും കൂടെ റെഡി ആവും. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. അപ്പം നമ്മളിന്ന് ഒരു വെറൈറ്റി സംഭവം ചെയ്യാൻ പോവാണ് കേട്ടോ. കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഫിഷിങ്. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫിഷ് ഫാമാണിത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ ചീനവലയും പിന്നെ ഇതുപോലെ കൂടൊക്കെ കെട്ടിയിട്ട് ഫിഷ് ഫാമിങ്ങും അവിടെ മീൻ പിടിക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കൊച്ചിയിലാണല്ലോ, അപ്പോൾ വന്നിട്ട് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നേക്കാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് മീൻ പിടിക്കാം. അപ്പോൾ എന്തൊക്കെ മീൻ കിട്ടും എന്നാന്ന് ഒരു പിടുത്തല്ല. കമോൺ. ഫാമിൻ്റെ ഓണർ കേട്ടോ. അപ്പം അടിപൊളി ഫാമാണ്. എന്താ പറയുക, ഇനി മൊത്തത്തിൽ എത്ര കൂടുണ്ട് ചേട്ടാ? 7 എണ്ണോ 6 എണ്ണോ? 7 എണ്ണം അല്ലേ? 7 എണ്ണം. എൻ്റെ അടുത്ത് ആക്ച്വലി ഞങ്ങൾ ചേച്ചിയായിട്ടാണ് കൂടുതലും സംസാരിച്ചേക്കണത്. അപ്പോൾ ചേച്ചി അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 കൂട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 7 കൂട് ഉണ്ട് കേട്ടോ. പിന്നെ ചീനവല ഉണ്ട്. എനിക്ക് ബേസിക്കലി ഫിഷ് ഫാം ഭയങ്കര ഇഷ്ടത്തില്. ഗാർഡനിങ്, ഫാമിങ്, പക്ഷികളെ മൃഗങ്ങളൊക്കെ വളർത്തൽ, ഇതൊക്കെ തന്നെ അവളുടെ ഹോബി. ഇവിടെ കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ അതാണല്ലോ, മീൻപിടുത്തം, ചീനവല. അതെ, ചീനവല. ഇപ്പൊ ഏതൊക്കെ മീനുണ്ട് കേട്ടോ അതിനകത്ത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി മീൻപിടുത്തം. വരൂ, ഇത് ഇങ്ങനെ കൂടെ കയറാൻ പറ്റുമോ? ചീനവലയിൽ കയറാൻ പറ്റില്ല. മീനെ പിടിക്കാനല്ല, ഒരു ഫോട്ടോ എടുക്കാനാ. അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ പോകണം. ഇതിങ്ങനെ കമ്പി ചവിട്ടി വേണം കേട്ടോ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്രമ്മിൻ്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല. ഡ്രം ആക്ച്വലി ഫ്ലോട്ടിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണെന്നേ. ഉണ്ട് അവിടെ ഇങ്ങനെ ഡ്രമ്മുണ്ട്. ഇത് ചേട്ടൻ്റെ മോളാട്ടോ, ചേട്ടൻ്റെ മൂത്ത മോള്. അത് ഇളയ വാവ. എന്നെ പിടിക്കാൻ ചേട്ടാ? പിടിക്കട്ടെ? ആ ശരി. വലിച്ചോണ്ട് പോയാ പിടിക്കാം. അമ്മേ, എന്തൊരു ശക്തിയാ!
കേറട്ടെ എന്നാ. ഓ ഇത്രയും പണി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇപ്പൊ തലയും കുത്തി താഴെ കിടക്കുന്നു വെള്ളത്തില്. എന്തൊരു ഭയങ്കര ശക്തിയാണല്ലോ, ഒരാള് പിടിച്ച് വലിക്കണല്ലോ. ഞാനൊരു മീനല്ലേ എന്ന് വിചാരിച്ച് ഭയങ്കര സിമ്പിൾ ആയിട്ട് നിന്നതാ. എന്റെ അമ്മോ. കരക്കൊണ്ട് ഇട്ടിട്ടല്ലേ. സൂപ്പർ. നമ്മള് ചെറിയ മീനിട്ട് വലിയ മീൻ പിടിച്ചു എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ ചാള ഇട്ടിട്ടാട്ടോ നമ്മൾ കാളാഞ്ചിനെ പിടിച്ചത്. ഞാൻ ആദ്യമായിട്ടോ ഇത്ര ലൈവായിട്ട് ഞാൻ ഇങ്ങനെ മീൻ പിടിക്കണ കാണുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പൊ നമുക്കത് അടുത്ത മീൻ പിടിക്കാൻ വേണ്ടിട്ട് ചേട്ടൻ ചാള കോർക്കാൻ പോകുന്നുണ്ട്. ഇതിലേക്ക് ചൂണ്ട. ഓക്കെ, ചേട്ടൻ്റെ പേര് മഹേഷ് എന്നാണ്. അപ്പോൾ ചേട്ടനെ ഇവിടെ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല കേട്ടോ, ചേട്ടൻ കുറേ സ്ഥലത്ത് ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ചേട്ടനപ്പോൾ ഫിഷ് സ്റ്റോളുകളിൽ, അതായത് പറവൂര്, വാഴക്കാല, പിന്നെ കൊച്ചി ഇത് തന്നെയല്ലേ, വരാപ്പുഴ. വരാപ്പുഴ ഇവിടെയൊക്കെയുള്ള ഫിഷ് സ്റ്റോളിൽ ചേട്ടനാണ് മീൻ സപ്ലൈ ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മളിതാ അടുത്ത മീനെ പിടിക്കാൻ വേണ്ടി ചാള ചൂണ്ടയിലൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഈ ഫിഷ് സ്റ്റോളിൽ മാത്രമല്ല കേട്ടോ, ചേട്ടൻ അല്ലാതെ നമ്മൾക്കിപ്പോൾ വീടുകളിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഇതുപോലെ നമുക്ക് ലൈവായിട്ട് ഫിഷ് പിടിച്ചോണ്ട് നമുക്ക് പോവാം. അപ്പോൾ കറക്റ്റ് ഞാൻ ലൊക്കേഷൻ ഇത് സ്പോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അത് മാത്രമല്ല ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ നേരെ വരിക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈവായിട്ട് മീൻ പിടിക്കുക, നേരെ വീട്ടിൽ കൊണ്ടുപോകാൻ നല്ല അടിപൊളി ഫ്രഷ് മീൻ അടിപൊളിയായിട്ട് കഴിക്കാം. ഓക്കെ ഓക്കെ. ആ സൈഡൊക്കെ പൊക്കും, അപ്പോൾ വെള്ളത്തിന്റെ ലെവൽ കുറയുമല്ലോ, അപ്പോൾ മീൻ കണ്ടുപിടിക്കുക. ഓ, അതിപ്പോ പിടിക്കാൻ പറ്റില്ല, ഇപ്പൊ ആയിട്ടില്ല, അതിനുള്ള അല്ല, അതിനുള്ള മീൻ കണ്ടവാനുണ്ട്. ഇപ്പൊ അത്രയും പൊക്കി വെച്ച് കഴിഞ്ഞാൽ മീൻ കിടന്ന് പിടച്ച് ചാവും. ഓ അത് ശരി ശരി. ഇവിടെ ഇപ്പൊ മൊത്തത്തില് 7 കൂടണ്ടല്ലോ ചേട്ടാ? അതില് ഏതൊക്കെ മീനുണ്ട് ഇതിനകത്ത്? ഇതിനകത്ത് ഇപ്പൊ മെയിൻ ആയിട്ട് എടുക്കുന്ന കാളാഞ്ചിയാണ്, കൂടാണ്ട് ചെമ്പല്ലി ഉണ്ട്, കരിമീനുണ്ട്, കുറച്ച് വറ്റയുണ്ട്. വറ്റപ്പാര? വറ്റപ്പാര അല്ല, പുഴവറ്റാന്ന് പറയും. പുഴവറ്റ. പാര വറ്റ വേറെയാ, വ്യത്യാസമുണ്ട്. ഓ അത് ശരി. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പിടിക്കണോണ്ടാട്ടോ നമ്മൾ കാളാഞ്ചി പിടിക്കണ. അല്ലാത്ത മീനുകളൊക്കെ നമ്മള് ചേട്ടൻ തന്നെ ഇറങ്ങി ഇങ്ങനെ കോരി എടുത്തു തരും. ഞാൻ ഇറങ്ങത്തൊന്നും, ഞാൻ ഇവിടെ തന്നെ പിടിക്കണം. ശരി. അപ്പൊ എനിക്ക് തന്നെ ഇത് പിടിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചൂണ്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ട് പിടിക്കാൻ പറ്റുന്ന മീൻ നമ്മൾ പിടിക്കണത്. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഏത് മീനാണോ ഇഷ്ടം ആ മീൻ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകാം കേട്ടോ. പിന്നെ ഇത് മാത്രല്ല, ഇവിടെ ചീനവല ഉണ്ട് കേട്ടോ, കണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത മീൻ പിടിക്കാം. ഓ, ഞാൻ പിടിക്കണം അല്ലേ? ആ ഹോളിലേക്ക് ഇടണം അല്ലേ? ഇവിടെ ഒരു ഇങ്ങനെ ഹോളുണ്ട്, അപ്പൊ അതിങ്ങനെ നമ്മൾ നോക്കി മീൻ കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇതെന്താ പറക്കണേ മീൻ? ടാസ്ക് ആണ് അളിയാ. പോട്ടെ. ഓക്കെ. ചടൻ ചടൻ ഇപ്പൊ വരും മോനെ. പിടിച്ച് പൊന്നെ. പൊക്കി. ഇനി പിടിച്ചോ. ഈ ഒരു സ്റ്റേജ് ആവുമ്പോ നമ്മളിങ്ങനെ വല പിടിച്ച് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഡൺ. ഇവിടെ പിടിക്കണോ? നമ്മൾ നേരത്തെ പിടിച്ചതിനെക്കാട്ടും കുറച്ചും കൂടെ വലുതാന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടെ വലുതാ. ഏകദേശം കാണണം.
ഈ വല വെച്ചിട്ടാട്ടോ മീനെ കോരി എടുക്കണേ. ചീനവലല്ല, കൂട്ടീന്ന്. അമ്പോ, നല്ല നല്ല ആരോഗ്യം വേണം കേട്ടോ അത്. ഇത് ഞാൻ മറ്റേ ഈ സാധനം മറ്റേ ഇങ്ങനെ പൊങ്ങി അതിലിപ്പോ പൊങ്ങി പോകുന്നു കുഞ്ഞിന് പോണവരെ. പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ തന്നെ വെക്കാണ് ഗൈസ്. എൻ്റെ അമ്മേ, വെറുതെ അല്ല ചേട്ടൻ പറഞ്ഞത് നിന്നോണ്ട് കോരിയാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വലയിൽ ഇങ്ങനെ നിന്നോണ്ട് കോരണേന്ന് വിചാരിച്ചു. ഇത്രയും വലിയ വലയാന്ന്, ഐ മീൻ ഇങ്ങനെ പിടിക്കാനുള്ള സാധനം ഞാൻ അറിഞ്ഞില്ല. ആ അയ്യോ, ഇത് മീനും കൂടെ ആവുമ്പോ വെയിറ്റ് പിന്നെയും കൂടത്തില്ലേ? മൂന്നാലഞ്ച് മീനൊക്കെ ഒരുമിച്ച് കയറിയ നല്ല വെയിറ്റോ. നല്ല 10 മീനൊക്കെ ഒരുമിച്ച് കയറിയ ഒരു 10-20 കിലോ ഒക്കെ വരും ചിലത്തേക്കാ. അതെ, ആ പറഞ്ഞോ. ആ നാളെ വരുമോ? ഇഷ്ടാണോ മീൻ പിടുത്തം? ഈ പറമ്പിൽ തന്നെ 3 ചീനവല ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കണ്ടത് ഒരെണ്ണം, ഇത് രണ്ടാമത്തത്. നമ്മൾ വലിക്കാൻ പോണത് 3-മത്തെ ആണ്. കമോൺ. അപ്പൊ ഈ കൂടിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇതൊക്കെ സെയിം തന്നെയാണോ? ഇവിടെയും കൂടുണ്ടെന്ന് കേട്ടോ. ഇവിടെ കൂട് വിട്ടിട്ടുണ്ട്, പിന്നെ ചീനവലയുണ്ട്. ഭാവിക്ക് ഇഷ്ടാണോ മീൻ പിടുത്തം? ഇഷ്ടാണോ മീൻ പിടുത്തം? എല്ലാത്തിലും ആള് എവിടെ കയറി ചെന്ന് നിന്നാലും ഞങ്ങൾ ഫസ്റ്റ് ഊഞ്ഞാലിൽ കയറിയിരിക്കും കേട്ടോ. പക്ഷെ ഇല്ല കേട്ടോ, ഭയങ്കര ഇഷ്ടാട്ടോ ഈ മീനും കാര്യങ്ങളും ഫാമിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അവൻ നിന്ന് എല്ലാം ചെയ്യുന്നത് നോക്കി നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. അതെ, ആ ഞാനും ആദ്യമായിട്ടാട്ടെ ഇങ്ങനൊരു സംഭവം കാണണം. ബൈക്കിൽ ഇങ്ങനെ ചെയ്തത്. നേരത്തെ ഈ വല ഇടൂലേ അതുപോലെ. അങ്ങനെയല്ല, ഇത് താത്തിട്ടേക്കും. മീൻ കയറണ തക്കൊക്കെ ഉണ്ടായിന്. താഴ്ത്തിയിട്ടിട്ട് എപ്പോഴെങ്കിലും ഒക്കെ മീൻ പാസ് ചെയ്യുമല്ലോ അതിലേ കൂടെ, അല്ലാണ്ട് വേറെ അതിൽ വന്ന് നിക്കൊന്നുമില്ല മീൻ. ആണോ? മീൻ അതിലേ കൂടെ പാസ് ചെയ്യണ മീൻ ഇത് പൊക്കണ സമയത്ത് അതിലുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പാസ് ചെയ്യണ സമയാണോ? പറയാൻ പറ്റൂല, ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും. ശരി, ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഇറക്കം പല ടൈമിലും വരുമല്ലോ, അത് മാറിക്കൊണ്ടിരിക്കും. ഒരു 6 മണിക്കൂർ കൂടുമ്പോഴും ഏറ്റവും ഇറക്കം. അപ്പൊ ഈ ഭാഗ്യം ഉണ്ടെങ്കിൽ മീൻ കിട്ടണമെന്നാണ് പറഞ്ഞേക്കണത്. മീൻ പാസ് ചെയ്യണ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് വലിക്കുമ്പോഴത്തേനും മീൻ അതിൽ പെടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എനിക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലയോ നോക്കാം കേട്ടോ. അപ്പൊ ഓൾറെഡി വല താഴ്ത്തിട്ടേക്കാണ്. അപ്പൊ ചേട്ടനിരുന്ന് എന്താ പറയാനതിനെ വലിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ കാണാൻ പോവാണ്. വേറെ വല്ല സ്വിച്ച് ഉണ്ടാവുന്നാവോ? ചോദിക്കണായിട്ടനെ വേറെ വല്ല സ്വിച്ച് ഉണ്ടോ? വലിച്ചോട്ടെ. വലിക്കാൻ പോണോ? ഞാൻ നീങ്ങിക്കണ. അവിടെ കല്ല് വന്നിരിക്കും, അവിടെ നിൽക്കരുത് കേട്ടാ, ഇതിന്റെ ഉള്ളിലേക്ക് അതിരുന്നാൽ. വലിച്ചോട്ടെ. എന്നോട് പറഞ്ഞ് അതെ. അപ്പൊ വലിക്കാൻ പോവാണേ. ഇത് പൊങ്ങുന്നു. ഓ വല പൊങ്ങിയിട്ടുണ്ട്. ഈശ്വരാ, കിളികളൊക്കെ വരുന്നുണ്ടല്ലോ. കൊക്ക്, കിളിയൊക്കെ വന്ന്, കാക്ക. മീനുണ്ടോ? പള്ളത്തിന്നല്ല. പോട്ടെ ചേട്ടാ,
ഓ ഇതിങ്ങനെ ലോക്ക് ചെയ്യണോ അവിടെ? ഓക്കെ, ബാ ഇനി നമുക്ക് മീനുണ്ടോ നോക്കാം. കൊക്കൊക്കെ വന്ന് ചമ്മിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. ഞണ്ടുണ്ട്, ഞണ്ട്. ഞണ്ടുണ്ടോ? ഞണ്ടുണ്ട്. യെസ് യെസ് യെസ്, അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. അതെ, ആ ഞണ്ടുണ്ട്. ഞാൻ പിടിക്കണോ ചേട്ടാ? വേണ്ട, കുഴപ്പമില്ല. അത് പിടിച്ചോ. ആഹാ, 2 ഞണ്ട് മാത്രം കിട്ടിയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ അടുത്ത് വെച്ചിട്ട് എന്നിട്ടിങ്ങനെ കോരും. ഇത് 2.5 ഞണ്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം നല്ല ചെറുതാണേ, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകളാണ് വന്നിട്ടുള്ളത്, പിന്നെ ചെമ്മീനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കമോൺ, അപ്പം നമുക്ക് ചൂണ്ടേന്ന് മീനും കിട്ടി, ചീനവലയിൽ നിന്ന് ഞണ്ടും കിട്ടി. അപ്പോൾ അവിടെ പേര് പറഞ്ഞു കൊടുത്തേ. പേര് കൃത്യ. കൃത്യ എത്രയില പഠിക്കണേ? UKG അല്ലേ? എന്തൊക്കെ എടുത്തിട്ടുണ്ട് നമ്മള്? 3 ഞണ്ട്, ഒരെണ്ണം മാവിനെ പോലെ ഒരു കുഞ്ഞു ഞണ്ടുണ്ട് അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ചെമ്മീന്, ഒരു ബോള്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഇട്ടിട്ട് നമുക്ക് ആ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചതിന് ശേഷം വന്ന് എടുത്തിട്ട് പോവാം. ഓക്കെ, പോവാം. ഓക്കെ, ഡൺ. ഡൺ എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ചിരിച്ചു. ഡൺ ഡൺ. പോവാം നമുക്ക്. പേടിയില്ലേ ഇങ്ങനെ ഇരിക്കാനൊന്നും? പേടിയില്ലേ ഇവിടെ? ഇല്ലല്ലേ? ഈ ശീലമായല്ലേ ഇത്? എനിക്കൊക്കെ ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ കയറി വന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല കേട്ടോ. ഇപ്പം തന്നെ പേടിയുണ്ട്, പിന്നെയാണ് ഈ പ്രായത്തിൽ. ഭയങ്കര ധൈര്യശാലിയാണെന്ന് തോന്നുന്നു. വെൽ ഡൺ, സൂപ്പർ സൂപ്പർ. പോവാം നമുക്ക്, വാ. ആ ശരി, എനിക്ക് കാളാഞ്ചി കിട്ടി. ഇപ്പറുണ്ട്, അങ്ങോട്ട് വരെയെന്ന് പറ. എന്റെ സാധനം എത്തി മോളെ. അമ്മയ്ക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെ ഭാഗ്യമില്ല, പക്ഷെ എനിക്ക് അവിടെ ഭാഗ്യം ഉണ്ടായിരുന്നു. 2 കളഞ്ചി കിട്ടി. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. സൂപ്പർ, ഒന്നും പറയാനില്ല. ചെറുതിലേ തൊട്ടൊരാഗ്രഹമായിരുന്നു ചീനവല നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുപോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭയങ്കര ഹാപ്പിയായേ. വാ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അയ്യോ ചേട്ടാ, ഇപ്പം നമുക്ക് ഇതുപോലൊരു ഫാം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സംഭവം? എന്താണ് ചെയ്യാൻ പറ്റുമോ? ഒരു സ്ഥലം വേണം. ആദ്യം ഒരു സ്ഥലം വേണം. പുഴവക്കത്തൊരു സ്ഥലം വേണ്ടി വരും. പുഴവക്കത്തൊരു സ്ഥലം, രാത്രിയും പോലെ നോക്കാൻ ഒരാളും വേണം. അതിന് അമ്മയുണ്ടല്ലോ. എന്നിട്ട് കൂടൊക്കെ എങ്ങനെ കെട്ടണം? അപ്പൊ കൂടൊക്കെ സെറ്റ് ചെയ്ത് തരാൻ ആളുണ്ട്. ആ, അതങ്ങനെ ആക്കി തരും. ഓ, അങ്ങനെ ആക്കാൻ ആളുണ്ട് അല്ലേ? അതെ, ചീനവലയും സെറ്റ് ചെയ്ത് തന്നെ ആൾക്കാരുണ്ട്. പൈസ മാത്രം കൊടുത്താൽ മതി. കൂട് സെറ്റ് ചെയ്ത് തരാനൊക്കെ ആളുണ്ട്, ഇതുപോലെ ആക്കി തരാനായിട്ട്. ആ ശരി ശരി. ബോള് പോലെ ആവണത് ഞാൻ ഇതിന്റെ ഏതോ ഇൻസ്റ്റാഗ്രാമിലോ അതിലോ കണ്ടിട്ടുണ്ട് ഞാൻ. ചേച്ചി എടുക്കട്ടെ? പേടിച്ച് അമ്മ ഒരു കത്തി കൊണ്ടുവന്നേക്കണുണ്ടോ?
അപ്പൊ ചേട്ടൻ കണ്ടിട്ടിരിക്കണേ ഇത് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാന്ന്. ചേട്ടന്റെ കയ്യിലിരിക്കണ കത്തി നോക്കിയേ. ഇവിടെ എല്ലാ മരവും ഉണ്ട് കേട്ടോ. ജാതിക്ക, അടക്ക, തെങ്ങ്, പിന്നെ ചക്ക, മാങ്ങ, തേങ്ങ, പപ്പായ എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. ജാതിക്കൊക്കെ താഴെ വീണ് കിടക്കാണ് കേട്ടോ കുറെ. ഇപ്പൊ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൂട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ എങ്ങനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും നമ്മള്? മോട്ടർ പിടിപ്പിച്ചിട്ടുള്ള വണ്ടി. ആ വഞ്ചി. ആ അപ്പൊ ഒറ്റയടിക്ക് കംപ്ലീറ്റ് കൂട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? രണ്ടുപേരും വെച്ചിട്ട് തൂക്കാലേ. അപ്പൊ നമുക്ക് ഈ മീനെടുത്ത് നമുക്ക് ഇപ്പൊ ഏത് മീൻ? ആ ഈ മീനെടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഗ്രില്ല് ചെയ്യാം അല്ലേ? ഭാഗ്യം. പച്ചമീനോട് താല്പര്യമില്ലാത്തവരാണ് ഇവര്. പച്ചമീനോട് താല്പര്യമില്ല. ഐസിട്ട മീനിനോട് മേടിക്കാൻ പറയും. ഓ അത് ശരി. എന്തോ പറിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന്. നോക്കിയപ്പോ ജാതിക്ക പൂവാണെന്ന്. കണ്ടോ താഴെ ഇങ്ങനെ കിടക്കുവാ. കണ്ടോ ജാതിക്കയും ജാതിപത്രിയും അതിന്റെ പൂവാ. അത് ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിയേ ഇത് കായ കണ്ടോ. ജാതിക്കയുടെ ടേസ്റ്റ്. താങ്ക് യു. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ജാതിപ്പൂവിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന്. അച്ചാറൊക്കെ ജാതിപ്പൂവാ ആണോ? ഇത് ആദ്യമായിട്ടുള്ള അറിവാട്ടോ ജാതിപ്പൂ അച്ചാറിടും എന്നുള്ളത്. അതിനപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്നുണ്ട് അച്ചാറിടാൻ. എന്റെ യൂട്യൂബ് ഒക്കെ ജിലേബി നമ്മള് കളർഫുൾ ജിലേബി ചെയ്തായിരുന്നില്ലേ? അത് നോക്കി ഉണ്ടാക്കിട്ട് നന്നായിട്ട് വന്നില്ലേ? ദോശമാവ് ചെയ്തതല്ലേ? ശരിക്കും അധികം യൂസ് പക്ഷെ നന്നായിട്ട് വന്നില്ലേ? അത് കേട്ടാ മതി. സന്തോഷം. ഉണ്ടാക്കി ഞാൻ കഴിയുന്നു. വീട്ടിൽ പോയി കഴിക്കാം. നമുക്ക് അച്ചാറിടാം. കല്ലല്ലേ പിടിച്ചെന്ന്. ഇത് കാണുമ്പോ തെർമോക്കോൾ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടേ. നമ്മള് വിചാരിച്ചല്ലേ. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് റെഡിയാക്കണം കേട്ടോ. നമ്മൾ അടുപ്പ് റെഡിയാക്കുകയാണേ. ചാർക്കോൾ വാങ്ങിച്ചിട്ടുണ്ടേ. ഇവിടെ ടെറസിൽ ഇതുപോലൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ വീട്ടില്. അപ്പോൾ ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് പോവാൻ നേരെ ടെറസിൽ നൈറ്റൊക്കെ ആകുമ്പോഴത്തേനും ഗ്രില്ല് ചെയ്യുക, കഴിക്കുക. ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാണല്ലേ. കസിൻസ് ഒക്കെ വരുമ്പോ എന്തായാലും ഉണ്ടോ. ഓ അത് ശരി. ചേട്ടൻ ഇത് ചെയ്തിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇത് കണ്ടിട്ട് ഉടൻ തന്നെ ആരെങ്കിലും ഇതുപോലെ ചെയ്തു നോക്കരുത്. ഈ ഫയർ പ്രത്യേകിച്ച് പിള്ളേര് ഇത് അനുകരിക്കരുത് കേട്ടോ. അവിടെ സൈഡിൽ വല്ല ബോക്സും വെക്കണോ ചേട്ടാ? ചിരട്ടക്കൊന്ന് തീ പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആക്കാം. അത് ശരി. അപ്പൊ നമ്മള് ചേട്ടനത് ആ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാല വരട്ടാം കേട്ടോ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ മസാല ഇതിൽ പിടിക്കത്തില്ല. ആ സമയം കൊണ്ട് നമ്മളൊന്ന് പിടിച്ചു വരണ്ടേ. അപ്പോൾ ഒരു 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, സാധാരണ മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി
എന്ത് മീൻ? എന്റെ മീനിന്റെ പേരെന്നാ? മുളക് 2 സ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ആക്ച്വലി നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, വീട്ടില് നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ പറയണ്ട അമ്മയുടെ ഫിഷ് ഫ്രൈ അടിപൊളിയാന്ന് പറയാറുണ്ട്. ആ മസാലയുടെ കൂട്ട് അടിപൊളിയാന്ന് പറയാറുണ്ട്. ഇതാണ് അമ്മയുടെ 2.5 സ്പൂൺ ഉപ്പുപൊടി. ഇനി കുറച്ച് എൻ്റെ ഒരു പൊടിക്കൈ ലൈം, ഒരു 2 ലൈമിൻ്റെ എടുക്കണം. ഇത്ര വലിയ ഫിഷ് ആയതുകൊണ്ടാണ് കേട്ടോ. 2 ലൈമിൻ്റെ. 2 ലൈമല്ലേ, 1 ലൈമല്ലേ അത്? 2 ലൈം. ആണോ? ഇത്രയില്ലേ, വലിയ മീനല്ലേ. കുറച്ച് ഓയില്. ഓമനക്കൊട്ടന തേച്ച്. ഓമനക്കുട്ടനോ? ഓ, ഇതിന്റെ പേര് ഓമനക്കുട്ടനായിരുന്നു. ഇനി ഇവിടെ പറഞ്ഞവരൊക്കെ ചേട്ടന്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഒരു ഓമനക്കുട്ടൻ എന്ന്. അപ്പൊ ഓമനക്കുട്ടി മറ്റേ പെണ്ണാണെങ്കിൽ ഓമനക്കുട്ടി എന്ന് പറയോ? പെണ്ണില്ല ഇതില്. പെണ്ണില്ലേ? കാളാഞ്ചിയില് പെണ്ണില്ല. കാളാഞ്ചിയില് എല്ലാരും ആണായിരിക്കും ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ജനറ്റിക്കലി മാറിയാണ് പെണ്ണായി മാറണേ. അതൊരു ഏജ് എത്തുമ്പോഴാ മാറുള്ളൂ. അങ്ങനെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ ശരിക്കും. അതെ അതെ. അപ്പൊ ജനിക്കുമ്പോ പെണ്ണായിട്ട് ജനിക്കൂല? ഇല്ല, ആണായിരിക്കും എല്ലാരും. കുഞ്ഞുങ്ങളെല്ലാരും ആണായിരിക്കും. അപ്പൊ ആ ചാർക്കോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അതാ ഗ്രിൽ ചെയ്യാനായിട്ടുള്ള സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് എണ്ണ പുരട്ടി കൊടുക്കണമെന്നേ. എണ്ണ പുരട്ടിയിട്ട് വേണം നമുക്ക് അതിലേക്ക് വെക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ വെക്കണോ? അതില് വേണ്ട, അത് ആവും. ഇതിൽ വെറുതെ വെച്ചാ പോരെ ഇങ്ങനെ? അല്ല, അത് വെച്ചിട്ടാണ് ഇതിലോട്ട് വെക്കണേ. മീനാദ്യം വെക്ക്. മീനാദ്യം വെക്കണോ അല്ലേ? മീനാദ്യം വെക്കണം കേട്ടോ. മറിച്ചിടുമ്പോ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാലയും വേണമെന്നില്ല. അതായത് നമ്മൾ കത്തി കഴിഞ്ഞിട്ടുള്ള കുറെ പൊടികളില്ലേ, അത് മാറ്റിയിട്ട് ഇത് വെക്കാം. ചേട്ടാ കത്തനുണ്ടല്ലോ കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ. സോയ ഇല്ല. അപ്പൊ എടുക്കണേന് മുമ്പ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സോയയും കുറച്ച് നാരങ്ങ നീരും കൂടെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയി. കുറച്ച് സോയ, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയില്, വെളിച്ചെണ്ണ മിക്സ് ചെയ്യാ. ഇങ്ങനെ അടിച്ചു കൊടുക്കൂല, അടിച്ചു കൊടുക്കണം. ഓ, ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അല്ലേ? അത് ഇടക്കിടക്ക് തേച്ചുകൊണ്ടിരുന്നത്. ഇടക്കിടക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിട്ട്. നമുക്കെന്നാ തീറ്റ കൊടുത്ത് തുടങ്ങാം ചേട്ടാ. ഇട്ട് കൊടുത്തോ. അയ്യോ, ഇപ്പുറത്തേക്ക് പോയി. ഓക്കെ, ഫിനിഷ്. അത് കുഴപ്പമില്ല. അയ്യോ, എന്ത്? ഇപ്പൊ ഗ്രില്ലൊരു പാതി ആയിട്ടുണ്ട് കേട്ടോ, പാതി പരുവായിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ അമ്മേനെ ഞാൻ ഏൽപ്പിച്ചേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും കൊണ്ടുപോയേക്കണം. എനിക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ കുക്ക് ചെയ്യണത്. അത്ര ഡേഞ്ചർ ആയിട്ടുള്ള കുക്കിംഗ് ആണത്. ഇതിന് വേദനിക്കും. എനിക്ക് ചെയ്യാൻ അറിയാം. ഇത്തിരി ഫോഴ്സില് ചെയ്യും, അല്ല കൈ മാത്രം ആട്ടിയോണ്ട് കാര്യമില്ല. എന്താണ് ഭയങ്കര അപമാനാണല്ലോ ഇങ്ങനെ വീശണം. ഇങ്ങനെ വീശിയാലാണ് കനല് വരിക. ഞാൻ ജനിച്ചപ്പോട്ട് ഈ പണിയാണല്ലോ എനിക്ക്. ഇങ്ങനെ അണിച്ചു കഴിഞ്ഞാൽ ആവൂല. ഇത് ഇങ്ങനെ അണിയാണ്. കണ്ട നോക്ക്, കണ്ട അടുപ്പത്തൊക്കെ പണി ചെയ്യണേ.
ഞാനിതിന് അടുപ്പത്ത് പണിയണം. നീ ഗ്യാസിൽ പോലും പണി കഴിയൂല, ഇൻഡക്ഷൻ കുക്കറല്ലേ നിന്റെ ആള്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, പേടിച്ചിട്ടൊന്നുമല്ല, വേണ്ടെന്ന് തോന്നി. വെറുതെ എന്തിനാ, എനിക്ക് വെള്ളത്തിൽ മുങ്ങാൻ വയ്യ. ഗ്രില്ല് അങ്ങനെ 80% ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വഞ്ചിയിൽ ഒരു റൗണ്ട് പോയി വരുമ്പോഴത്തേനും കറക്റ്റ് പാകമാവും. അപ്പോൾ ഈ നൈറ്റ് ടൈമിൽ ഇങ്ങനെയൊക്കെ തുഴഞ്ഞ് കുറച്ച് നേരം പോവുക, അതൊക്കെ ഭയങ്കര രസമാണല്ലേ. ആരെങ്കിലും ഒക്കെ വരുമ്പോ ഇതുപോലെ കറക്കിട്ടൊക്കെ. ശരി, മോൾക്ക് പേടിയില്ല അല്ലേ? അങ്ങനെ അവള് പോയിട്ടുള്ള ആളെ ഈ ഉടുപ്പെടുത്ത് മുകളിലിട്ടാ അല്ലെങ്കിൽ ഭയങ്കര രസമുണ്ട് കേട്ടോ. അയ്യോ, ഭയങ്കര രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് നോക്കി. ഭയങ്കര അടിപൊളി ക്ലൈമറ്റും അടിപൊളി അറ്റ്മോസ്ഫിയറും ആണ് ഇവിടെ. നല്ല രസമുണ്ട്. അയ്യോ, ഞാൻ ചീനയുടെ അകത്തേക്കാണോ പോണേ? സത്യം, ഗ്രില്ലിന്റെ സ്മെല്ല് ഇവിടം വരെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് ഇതിന്റെ. നോക്കി, ഞാൻ എന്തിന്റെ അടി കൂടെ പോണേന്ന്. ഞാൻ ചീനവലയുടെ അടി കൂടെ വന്ന്, ആ ചീനവലയുടെ അടി കൂടെ വന്നതേ. ഞാവൽപ്പഴം ഉണ്ടാകുന്ന നോക്കാം. ഞാവൽപ്പഴോ? അവിടെ ഞാവല് അവിടെ അല്ലേ? ആ പുഴയിലോട്ട് കാഞ്ഞിറക്കണ്ട അപ്പുറം. അവിടെ ഞാവൽപ്പഴം ഉണ്ടോ നോക്കാം. ഒരെണ്ണം കിട്ടി കേട്ടോ. എങ്ങനെയുണ്ട് ഞാവൽപ്പഴം? നാക്ക് കാണിച്ചു കൊടുക്കും. നാക്ക് കാണിച്ചേ. ഇങ്ങനെ നാക്ക് പുറത്തിട്ട് കാണിക്കേ. അയ്യോ, നാക്കിന്ന് പഴം താഴത്തേക്ക് പോയി. അപ്പൊ അതാ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണേ. വഞ്ചി തിരിച്ചു. ആക്ച്വലി സൺസെറ്റ് ആയി കേട്ടോ. ഭയങ്കര രസമുണ്ട് ഈ സ്ഥലം. ഭയങ്കര നല്ല വൈബാട്ടോ ഇവിടെ. നമ്മുടെ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര വൈബാണ്. അപ്പോൾ പിന്നെ അതായത് സ്മെല്ല്, നല്ല ഗ്രില്ലിൻ്റെ സ്മെല്ലിൻ്റെ മൂക്കിൽ കൂടെ തുളഞ്ഞ് നല്ല നല്ല ഒരു എന്താ പറയുക, ഓമനക്കുട്ടൻ അങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു മൊരിഞ്ഞു പൊരിഞ്ഞു മൊരിഞ്ഞു പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ചേട്ടൻ പയ്യെ വഞ്ചിയൊക്കെ കെട്ടിയിട്ട് വരട്ടെ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഗ്രില്ല് നമുക്ക് പ്രാത്രത്തെയാക്കാം. രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവനെ നേരെ പ്ലേറ്റിലേക്ക് ആക്കാം. അങ്ങനെ നമ്മുടെ കാളാഞ്ചി ഗ്രില്ല് നമ്മൾ ഫ്രഷ് ആയിട്ട് പിടിച്ച് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു, കാണുമ്പോൾ തന്നെ അറിയാം. അയ്യോ, കണ്ണു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യണം, നല്ല ഫ്രഷ് മീൻ ഇവിടെ നിന്ന് പിടിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്ത് തരത്തില്ല, നമ്മൾ പിടിച്ച് തരും അല്ലേ മഹേഷ് ചേട്ടാ? അതെ. അപ്പോൾ മഹേഷ് ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും പിന്നെ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് പോരാ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഞം 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 ടാറ്റാ. നല്ല ചൂടുണ്ടേ. എങ്ങനെയുണ്ട്?
സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നതും അതെടുക്കണ്ടേ, ഇതെടുക്കണ്ടേ, അത് കാണണ്ടേ, ഇത് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇതിന്റെ പുറകിൽ നടന്ന് എല്ലാം എനിക്ക് കാണിച്ചു തന്നത് എടുക്കാൻ പറ്റിയതൊക്കെ ചേച്ചി ഉള്ളതുകൊണ്ടാണ്. ആക്ച്വലി മഹേഷ് ചേട്ടനാണെങ്കിലും MBA ഗ്രാജുവേറ്റ് ആണ്, ഋഷി ചേച്ചി ആണെങ്കിലും MA ആണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെയാണ് ലൈഫ്. ഈ ശരിക്കും ആ വഞ്ചിയിൽ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു, നമ്മളാണ് ഈ മെക്കാനിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഇവർക്കും അതുപോലെ ഇവരിത് ഇഷ്ടപ്പെട്ട് ഇവർ ആ ഒരു പാഷന് വേണ്ടിയിട്ട് ഇവരുടെ ആ ഒരു ലൈഫ് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്നതാണ്. അയ്യോ ഇതെന്തത്? ആഹാ താങ്ക് യു. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്താന്ന്. ഇതേ അയ്യോ രവിവർമ്മ പിക്ചർ സൂപ്പർ ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സത്യം പറയട്ടെ, ഇനി പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ വീട്ടിൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം വീടൊരു ട്രഡീഷണൽ ഇതായതുകൊണ്ട്. ആണോ? അത് ശരി. ആഹാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നൈസ്. കുറച്ച് സോസി ആയിട്ടിരിക്കണായിരുന്നല്ലേ?